അമേരിക്കയുടെ പോയ വാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ സജിമോൻ ആന്റണിയെ കൈരളി TV ആദരിച്ചു. കൈരളി TV കർഷകരെ പ്രോത്സാഹിപ്പിക്കുവാൻ വർഷം തോറും നൽകിവരുന്ന ഖദർ അവാർഡ് വേദിയിൽ വെച്ച് കൈരളി ചെയർമാൻ മമ്മൂട്ടിയിൽ നിന്നാണ് ഡോക്ടർ സജിമോൻ ആന്റണി ആദരവ് സ്വീകരിച്ചത്. അമേരിക്കൻ മലയാളി സാമൂഹ്യ സാംസ്കാരിക മേഖലയ്ക്കും മാധ്യമ മേഖലയിലും നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ ആദരവ് നൽകിയത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി അമേരിക്കൻ മലയാളി സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഡോക്ടർ സജിമോൻ ആന്റണി ഫൊക്കാനയുടെ ജനറൽ സെക്രട്ടറിയായും നിലവിൽ പ്രസിഡന്റായും പ്രവർത്തനങ്ങളിലൂടെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ്. അമേരിക്കൻ മലയാളി സാമൂഹിക സാംസ്കാരിക മേഖലയ്ക്കും മാധ്യമ മേഖലയിലും നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ ആദരവ് നൽകിയത്. കഴിഞ്ഞ 10 വർഷക്കാലത്തിലധികമായി അമേരിക്കൻ മലയാളി സാമൂഹിക പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഡോക്ടർ സജിമോൻ ആന്റണി ഫൊക്കാനയുടെ ജനറൽ സെക്രട്ടറിയായും നിലവിൽ പ്രസിഡന്റായും പ്രവർത്തനങ്ങളിലൂടെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. 2024-26 കാലയളവിൽ ഫൊക്കാനയുടെ പ്രസിഡന്റായി അധികാരമേറ്റ അദ്ദേഹത്തിന്റെ നേതൃത്വം നിരവധി പ്രവർത്തനങ്ങളിലൂടെ ബഹുദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ്, പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ, MP ജോൺ ബ്രിട്ടാസ്, സലിംകുമാർ, പ്രസിദ്ധ നാടൻ പാട്ടുകാരി പ്രസീത ചാലക്കുടി തുടങ്ങി നിരവധി പ്രമുഖർ സന്നിഹിതരായിരുന്നു. അർഹതയ്ക്കുള്ള അംഗീകാരമായിട്ടാണ് സജിമോൻ ആന്റണിക്ക് ലഭിച്ച പുരസ്കാരത്തെ നോക്കിക്കാണുന്നതെന്ന് ഫൊക്കാന ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ പറഞ്ഞു. ട്രഷറർ ജോയി ചാക്കപ്പൻ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജോർജി വർഗീസ്, അംഗങ്ങൾ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സജിമോൻ ആന്റണിയെ അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. പഠനത്തിൽ അസാമാന്യ മിടുക്കുള്ള മഞ്ജിമയ്ക്ക് ഇനി ചോർന്നൊലിച്ച് ഇടിഞ്ഞു വീടാറായ വീട്ടിൽ ഭയപ്പാടോടെ കിടക്കേണ്ട. തലചായ്ക്കാൻ മഞ്ജിമയ്ക്കും കുടുംബത്തിനും ഒരു പുത്തൻ വീട് സ്വന്തമായി കിട്ടിയിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ വാങ്ങിയ മഞ്ജിമയുടെ വീടിന്റെ ദയനീയാവസ്ഥയറിഞ്ഞെത്തിയ സൗത്ത് ഫ്ലോറിഡയിലെ പ്രമുഖ മലയാളി സംഘടനയായ നവകേരള മലയാളി അസോസിയേഷനാണ് ഈ നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകിയ അവരുടെ ചിരകാല സ്വപ്നത്തിന് ചിറകുകളേകിയത്. ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ വാങ്ങിയ മഞ്ജിമയുടെ വീടിന്റെ ദയനീയാവസ്ഥയറിഞ്ഞ് എത്തിയ സൗത്ത് ഫ്ലോറിഡയിലെ പ്രമുഖ മലയാളി സംഘടനയായ നവകേരള മലയാളി അസോസിയേഷനാണ് ഈ നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകി അവരുടെ ചിരകാല സ്വപ്നത്തിന് ചിറകുകളേകിയത്. ജീവകാരുണ്യ പ്രവൃത്തിയുടെ മഹത്തായ സന്ദേശം പകർന്നുകൊണ്ട് ജനുവരി 14 മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആലപ്പുഴ MLA P. ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ വെച്ചായിരുന്നു വീടിന്റെ താക്കോൽദാനം. നവകേരള അസോസിയേഷൻ മുൻ പ്രസിഡന്റും ട്രഷററുമായ സുശീൽ കുമാർ നാലകത്ത്, മുൻ പ്രസിഡന്റും അഡ്വൈസറി ബോർഡ് മെമ്പറുമായ മാത്യു വർഗീസ്, മുൻ പ്രസിഡന്റ് ജെയിൻ വാത്തിയേലിൽ, മുൻ പ്രസിഡന്റും ഉപദേശ സമിതി അംഗവുമായ ജോസഫ് പാണിക്കുളങ്ങര എന്നിവർ ചേർന്നാണ് താക്കോൽദാനം നിർവഹിച്ചത്. സ്കൂളിലെ അധ്യാപകർക്കും മറ്റ് സ്റ്റാഫുകൾക്കും PTA ഭാരവാഹികൾക്കും പുറമെ ഒട്ടേറെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വ്യക്തിത്വങ്ങളും തിരക്കഥാകൃത്തായ സുരേഷ് വാരനാട്, ഫോമ നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ ജിജു കുളങ്ങര, ബിജു കട്ടത്തറ എന്നിവരും ഈ പ്രൗഢോജ്വലമായ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2023 എല്ലാ വിഷയത്തിനും A+ വാങ്ങി അഭിമാനാർഹമായ നേട്ടം കൈവരിച്ച മഞ്ജിമയെ ആദരിക്കാൻ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകരും PTA അധ്യാപകരും വീട്ടിലെത്തിയപ്പോഴാണ് മഞ്ജിമ ദുരിതപൂർണമായ ജീവിതം നേരിൽ കണ്ട് അന്താളിച്ചു പോയത്. സ്കൂളിൽ ഏവർക്കും പ്രിയങ്കരിയായ മഞ്ജിമ താമസിക്കുന്നത് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ. മഴ പെയ്താൽ മുറി മുഴുവൻ വെള്ളത്തിലാകും. പഠനത്തിന് പുറമെ പാഠ്യേതര വിഷയങ്ങളിലും പ്രതിഭ തെളിയിച്ച മഞ്ജിമ അഭിമാനക്ഷതമോർത്ത് തന്റെ ദുരിത ജീവിതത്തെക്കുറിച്ച് ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ പരിമിതപകരമായ ആ സാഹചര്യം നേരിൽ കണ്ടവർക്കെല്ലാം വലിയ മനോവേദനയാണ് ഉണ്ടാക്കിയത്. ക്ലാസ് ടീച്ചറായിരുന്ന വിധു നെഹർ ആണ് മഞ്ജിമയുടെ ഈ ദുരവസ്ഥ നവകേരള മലയാളി അസോസിയേഷൻ ഭാരവാഹികളുമായി പങ്കുവച്ചത്. മഞ്ജിമയുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കി അസോസിയേഷൻ പ്രവർത്തകർ അവസരോചിതമായി തന്നെ ആദ്യത്തെ വീട് മഞ്ജിമയ്ക്ക് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയും ഈ വിവരം നവകേരള മലയാളി അസോസിയേഷന്റെ ട്രഷറർ സൈമൺ പാറത്തായം അവരെ അറിയിക്കുകയും ചെയ്തു. ജൂൺ മാസത്തിൽ വീടിന്റെ പണി ആരംഭിക്കുകയും ചെയ്തു. മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അന്തി ഉറങ്ങാൻ ഒരു വീട് സ്വന്തമാക്കുക എന്നുള്ളത്. മഞ്ജിമയുടെയും കുടുംബത്തിന്റെയും ആ മോഹം സാധിച്ചു കൊടുത്തതിലൂടെ നവകേരള മലയാളി അസോസിയേഷൻ
ജന്മനാടിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയായിരുന്നു. അമേരിക്കയിലെ മലയാളി മനസ്സുകളിൽ നിറസാന്നിധ്യമാണ്. ഒട്ടേറെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചു വരുന്ന നവകേരള മലയാളി അസോസിയേഷൻ. 3 പതിറ്റാണ്ട് തികയുന്ന ഈ വർഷത്തിൽ 3 നിർധന കുട്ടികൾക്ക് കൈത്താങ്ങാവുകയാണ് ഏവർക്കും മാതൃകയായ ഈ സംഘടന. അതിൽ ആദ്യത്തെ വീടാണ് മഞ്ജിമയ്ക്ക് സമ്മാനിച്ചത്. അർപ്പണബോധവും ആത്മാർത്ഥതയും ഉത്തരവാദിത്തവും കൈമുതലായി പ്രവർത്തിക്കുന്ന നവകേരള മലയാളി അസോസിയേഷൻ ജന്മഭൂമിയിലും സൗത്ത് ഫ്ലോറിഡയിലെ മലയാളി സമൂഹത്തിലും അളവറ്റ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ കൊടിയേന്തിയാണ് ജൈത്രയാത്ര തുടരുന്നത്. പ്രതിസന്ധികളെ തരണം ചെയ്ത് സഹായം അർഹിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ ഈ സംഘടന അവർക്കൊപ്പം എന്നും ഉണ്ടാവുമെന്ന് മുൻ പ്രസിഡന്റുമാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. 1983 ആരംഭിച്ച വടക്കേ അമേരിക്കയിലെ മലയാളികളുടെ അഭിമാന സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്കയുടെ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളെയും ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ന്യൂയോർക്കിൽ നിന്നുള്ള ജോസഫ് കുര്യപ്പുറം ചെയർമാൻ, ഫ്ലോറിഡയിൽ നിന്നുള്ള എബ്രഹാം കളത്തിൽ വൈസ് ചെയർമാൻ, ഷിക്കാഗോയിൽ നിന്നുള്ള വർഗീസ് പാലമലയിൽ സെക്രട്ടറി, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായി ജേക്കബ് പടവത്തിൽ, ഡോക്ടർ കലാഷാഹി, സന്തോഷ് ഐബ്, അലക്സാണ്ടർ പൊടിമണ്ണിൽ, ഷിബു വെൺമണി എന്നിവരും സണ്ണി മറ്റമന, എബ്രഹാം ഈപ്പൻ എന്നിവർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായും പ്രവർത്തിക്കും. ന്യൂയോർക്കിൽ നിന്നുള്ള ജോസഫ് കുര്യപ്പുറം ചെയർമാൻ, ഫ്ലോറിഡയിൽ നിന്നുള്ള എബ്രഹാം കളത്തിൽ വൈസ് ചെയർമാൻ, ഷിക്കാഗോയിൽ നിന്നുള്ള വർഗീസ് പാലമലയിൽ സെക്രട്ടറി, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായി ജേക്കബ് പടവത്തിൽ, ഡോക്ടർ കലാഷാഹി, സന്തോഷ് ഐബ്, അലക്സാണ്ടർ പൊടി, ഷിബു വെൺമണി, സണ്ണി മറ്റമന എന്നിവർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായും പ്രവർത്തിക്കും. ഫൊക്കാനയുടെ സീനിയർ നേതാക്കന്മാരിൽ ഒരാളായ ജോസഫ് കുര്യപ്പുറം 1988 മുതൽ സംഘടനയോടൊപ്പം പ്രവർത്തിക്കുന്നു. അമേരിക്കയിലെ പ്രമുഖ സംഘടനകളായ കേരള അസോസിയേഷൻ ഓഫ് ലോസ് ഏഞ്ചൽസ്, ന്യൂയോർക്ക് ഹഡ്സൺ വാലി മലയാളി അസോസിയേഷൻ, നിയോഗ ഹഡ് എന്നിവയുടെ അമരക്കാരനായി തിളങ്ങി. ഫൊക്കാനയുടെ വിവിധ ഭാരവാഹിത്വങ്ങളും വിവിധ സബ് കമ്മിറ്റികളുടെ ചുമതലകളും ഭംഗിയായി നിർവഹിച്ചു. ഫൊക്കാനയുടെ ചരിത്രത്തിലെ പല സുപ്രധാന തീരുമാനങ്ങളിൽ കുര്യപ്പുറത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. ദീർഘകാലം ബാങ്ക്വറ്റ് ചെയർമാനായിരിക്കും. 2008 മുതൽ രജിസ്ട്രേഷൻ ഫീസിൽ ഭക്ഷണവും കൂടി ഉൾപ്പെടുത്തി ഇന്നും തുടരുന്നു. 3 പ്രാവശ്യം കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർ ആയിരുന്ന അദ്ദേഹം മുൻകൈയെടുത്ത് നിർമ്മിച്ച നിയമങ്ങളിൽ സ്ത്രീകൾക്കുള്ള 33% സംവരണം എടുത്തു പറയേണ്ടതാണ്. സംഘടനയിലെ വ്യക്തി കേന്ദ്രീകൃത അഴിമതികൾക്കും ധൂർത്തിനുമെതിരെ നിരന്തരം പോരാടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. കൊക്കക്കോളയിലും പെപ്സിയിലും മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം ന്യൂയോർക്കിൽ ടാക്സ് കൺസൾട്ടന്റായി പ്രവർത്തിക്കുന്നു. വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട എബ്രഹാം കളത്തിൽ സംഘടനയുടെ മുൻ നാഷണൽ കമ്മിറ്റി മെമ്പർ, റീജിയണൽ വൈസ് പ്രസിഡന്റ്, ട്രഷറർ തുടങ്ങിയ നിലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചയാളാണ്. സ്കൂൾ, കോളേജ്, വിദ്യാർത്ഥി, യുവജന പ്രസ്ഥാനങ്ങളിലൂടെ മുഖ്യധാരയിലെത്തിയ കളത്തിൽ മികച്ച സംഘാടകനും വാഗ്മി കലാ സാംസ്കാരിക സംഘടനയായ അലയുടെ സ്ഥാപക നേതാവ്, മയാമി സംഘമിത്ര തിയേറ്റേഴ്സിന്റെ മുഖ്യ നടൻ, ഫ്ലോറിഡ കൈരളി ആർട്സ് ക്ലബിന്റെ സെക്രട്ടറി, പ്രസിഡന്റ്, സൗത്ത് ഫ്ലോറിഡയിലെ നവകേരള മലയാളി അസോസിയേഷൻ, പാം ബീച്ച് മലയാളി അസോസിയേഷൻ എന്നീ സംഘടനകളിലെ മുഖ്യ സംഘാടകനായും പ്രവർത്തിക്കുന്നു. സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വർഗീസ് പാലമലയിൽ സ്കൂൾ, കോളേജ് രാഷ്ട്രീയത്തിലൂടെ പ്രാബല്യം തെളിയിച്ച വ്യക്തിയാണ്. ഫൊക്കാനയുടെ നാഷണൽ കമ്മിറ്റി മെമ്പർ, റീജിയണൽ വൈസ് പ്രസിഡന്റ്, അസോസിയേറ്റ് ട്രഷറർ, ജനറൽ സെക്രട്ടറി, ഫൗണ്ടേഷൻ മെമ്പർ തുടങ്ങിയ ഒട്ടുമിക്ക പദവികളും വഹിച്ചിട്ടുണ്ട്. ഷിക്കാഗോ മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ഓവർസീസ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, ഇന്ത്യ പ്രസ് ക്ലബിന്റെ സെക്രട്ടറി, മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ഭദ്രാസന കൗൺസിൽ അംഗം തുടങ്ങിയ വൈവിധ്യമാർന്ന മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. IT മേഖലയിൽ ഉദ്യോഗം വഹിക്കുന്നു. മികച്ച കലാകാരി, ഡോക്ടർ, സംഘാടക, ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പറായ ഡോക്ടർ കലാഷാഹിക്ക് വിശേഷണങ്ങൾ ഏറെയാണ്. കഴിഞ്ഞ ടേമിലെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വിഘടിപ്പിച്ചു വന്ന ഫൊക്കാന ഗ്രൂപ്പുകളെ രമ്യപ്പെടുത്താൻ കലാഷാഹി വഹിച്ച നിസ്തൂലമായ സേവനങ്ങൾ ഫൊക്കാനയിൽ എന്നും ഓർമ്മപ്പെടും. ഡോക്ടർ എന്ന നിലയിലുള്ള ജോലി തിരക്കിലും അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് സംഘടനാ പ്രവർത്തനങ്ങളും അതോടൊപ്പം പാരമ്പര്യമായി പകർന്നു കിട്ടിയ കലാവൈഭവങ്ങൾ നിർലോഭം സദസ്സുകൾ അവതരിപ്പിക്കുന്നതിലും സ്റ്റേജ് ഷോകൾ കൊറിയോഗ്രാഫി ചെയ്യുന്നതിലും ആനന്ദം കണ്ടെത്തുന്ന ഡോക്ടർ കലയ്ക്ക് ഇത് പുതിയ നിയോഗം. റോച്ചസ്റ്റർ കൺവെൻഷൻ തൊട്ട് ഫൊക്കാനയുടെ നേതൃത്വത്തിലുള്ള സീനിയർ നേതാക്കളിൽ ഒരാളാണ് ജേക്കബ് പടവത്തിൽ, ഫ്ലോറിഡയിലെ കൈരളി ആർട്സ് സാരഥി, ഫൊക്കാന നാഷണൽ കമ്മിറ്റി മെമ്പർ, റീജിയണൽ വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, കമ്മിറ്റി ചെയർ, ഫൗണ്ടേഷൻ ചെയർ തുടങ്ങിയ വിവിധ നിലകളിൽ പ്രാബല്യം തെളിയിച്ച വ്യക്തിത്വമാണ് ശ്രീ പടവത്തിൽ. ആരോഗ്യരംഗത്ത് ജോലി ചെയ്യുന്നതിനോടൊപ്പം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ നാഷണൽ വൈസ് പ്രസിഡന്റ് സ്ഥാനവും സൗത്ത് ഫ്ലോറിഡയിലെ ഫ്ലോറിഡ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനവും വഹിക്കുന്നു.
ഫൊക്കാനയുടെ നാഷണൽ കമ്മിറ്റി മെമ്പർ, അസോസിയേറ്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള അലക്സാണ്ടർ പൊടിമണ്ണിൽ ന്യൂയോർക്ക് ഹഡ്സൺ വാലി മലയാളി അസോസിയേഷന്റെ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലകളിലും അസോസിയേഷന്റെ പ്രശസ്തമായ മലയാളം സ്കൂൾ നടത്തിപ്പിന്റെ മുഖ്യ സംഘാടകനായും നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ചു. ന്യൂയോർക്കിലെ മികച്ച ബിസിനസ്സുകാരിൽ ഒരാളായ അദ്ദേഹം ഇൻഷുറൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നു. ഷിബു വെൺമണി ഫൊക്കാനയുടെ നാഷണൽ കമ്മിറ്റി മെമ്പർ, ജോയിന്റ് സെക്രട്ടറി, മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷൻ സെക്രട്ടറി, പ്രസിഡന്റ്, ഫൊക്കാന IT സെൽ അംഗം തുടങ്ങി വിവിധ നിലകളിൽ ശോഭിച്ചയാളാണ്. ഷിക്കാഗോ കേരള അസോസിയേഷന്റെ കമ്മിറ്റി അംഗം കൂടിയായ ഷിബു പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിൽ ഗവേഷണ ശാസ്ത്രജ്ഞനായി ജോലി ചെയ്യുന്നു. ഇ-കൊമേഴ്സ് മേഖലയിൽ തന്റേതായ ബ്രാൻഡുമായ വ്യാപാര രംഗത്തും ഷിക്കാഗോയിലെ എക്യുമെനിക്കൽ കൗൺസിൽ ഭാരവാഹിയായും പ്രവർത്തിക്കുന്നു. സന്തോഷ് ഐപ്പ് ഫൊക്കാനയിലെ ടെക്സസ് റീജിയൻ വൈസ് പ്രസിഡന്റ്, നാഷണൽ കമ്മിറ്റി മെമ്പർ, പെയർലാൻഡ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചയാളാണ്. ദീർഘകാലം ഡൽഹി പോലീസ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്നിവയിൽ സേവനമനുഷ്ഠിച്ചു. ഹ്യൂസ്റ്റണിൽ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം റീജിയണൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്തും പ്രവർത്തിക്കുന്നു. ഫൊക്കാന ട്രസ്റ്റി ബോർഡിന്റെ നിയമനത്തെ ഫൊക്കാന പ്രസിഡന്റ് സണ്ണി മറ്റമന, ജനറൽ സെക്രട്ടറി എബ്രഹാം മീപ്പൻ, ട്രഷറർ സണ്ണി ജോസഫ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, നാഷണൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ആദരിച്ചു. 1983 ആരംഭിച്ച യഥാർത്ഥ ഫൊക്കാന അമേരിക്കൻ മലയാളികൾക്കിടയിലെ അഭിലാഷത്തിനൊത്ത് പ്രവർത്തിക്കുമെന്ന് പുതിയ ചെയർമാൻ ജോസഫ് കുര്യപ്പുറം അഭിപ്രായപ്പെട്ടു. സ്വന്തമായി ഭരണഘടനയോ ഭാരവാഹികളോ ഇല്ലാത്ത അപര സംഘടനയുടെ പേരിൽ മലയാളികൾ വഞ്ചിതരാകരുതെന്ന് ചെയർമാൻ മുന്നറിയിപ്പ് നൽകി. 2024 പൂർത്തിയാക്കാത്ത ജനറൽ കൗൺസിൽ മീറ്റിംഗും യഥാർത്ഥ ഫൊക്കാന ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും എത്രയോ വേഗം നടത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നോർത്ത് അമേരിക്കൻ മലയാളികളുടെ സംഘടനകളുടെ ഫെഡറേഷനായ ഫൊക്കാനയുടെ പദ്ധതിയായ മെഡിക്കൽ കാർഡ് പ്രിവിലേജ് കാർഡ് പദ്ധതി കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ മലയാളികൾക്ക് കേരളത്തിലേക്കുള്ള പാലമാണ് ഫൊക്കാന. കേരളത്തിന്റെ പുരോഗമനത്തിനും വികസനത്തിനുമൊപ്പം നിൽക്കാൻ ഫൊക്കാനയ്ക്ക് സാധിച്ചത് അഭിമാനകരമായ നിമിഷമാണെന്ന് മന്ത്രി സൂചിപ്പിച്ചു. 2018-19 പ്രളയം, കോവിഡ്, നിപ്പയും ഓഖിയും വയനാട് ദുരന്തമുണ്ടായ സമയത്ത് അമേരിക്കൻ മലയാളികളുടെ സഹായം കേരള ഗവൺമെന്റിന് മറക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അമേരിക്കൻ മലയാളികൾക്ക് കേരളത്തിലേക്കുള്ള പാലമാണ് ഫൊക്കാന. കേരളത്തിന്റെ പുരോഗമനത്തിനും വികസനത്തിനും ഒപ്പം നിൽക്കാൻ ഫൊക്കാനയ്ക്ക് സാധിച്ചത് അഭിമാനകരമായ നിമിഷമാണെന്ന് മന്ത്രി സൂചിപ്പിച്ചു. 2018-2019 പ്രളയം, കോവിഡ്, നിപ്പയും ഓഖിയും വയനാട് ദുരന്തമുണ്ടായ സമയത്ത് അമേരിക്കൻ മലയാളികളുടെ സഹായം കേരള ഗവൺമെന്റിന് മറക്കാൻ സാധിക്കില്ല. പ്രവാസികൾ ഇനിയും ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും നിങ്ങളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട റവന്യൂ പരാതികൾ പരിഹരിക്കുവാൻ ഓൺലൈൻ സംവിധാനം നിലവിൽ വന്നുകഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്ന മെഡിക്കൽ കാർഡ് ഫൊക്കാനയുടെ പ്രവർത്തനങ്ങൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഏറെ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊച്ചി രാജഗിരി ഹോസ്പിറ്റൽ, പാല മാർ സ്ലീവ മെഡ്സിറ്റി ഹോസ്പിറ്റൽ, തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റൽ എന്നിവരുടെ സഹകരണത്തോടെയാണ് ഈ ബൃഹത് പദ്ധതി ഒരുങ്ങുന്നത്. അമേരിക്കൻ കനേഡിയൻ മലയാളികൾക്കും അവരുടെ ബന്ധുക്കൾക്കും പ്രശസ്ത ഹോസ്പിറ്റലുകളിൽ ചികിത്സാ ബില്ലുകൾ ഇളവ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് മെഡിക്കൽ കാർഡ് നൽകുന്നതെന്ന് ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി തന്റെ അധ്യക്ഷാ പ്രസംഗത്തിൽ അറിയിച്ചു. മെഡിക്കൽ കാർഡ് പദ്ധതിയിൽ നിരവധി നൂതനമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫൊക്കാനയിലെ എല്ലാ അംഗസംഘടനയിലെ അംഗങ്ങൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാവാൻ സാധിക്കും. ഇൻപേഷ്യൻ്റ്, ഔട്ട് പേഷ്യൻ്റ് വിഭാഗങ്ങളിലും റേഡിയോളജി, സ്കാനിംഗ് ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾക്കും ഇളവുകൾ ലഭിക്കും. വിവിധ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകളും ഇൻപേഷ്യൻ്റ് വിഭാഗങ്ങളിൽ എത്തുന്ന ഇന്റർനാഷണൽ രോഗികൾക്ക് മറ്റ് സേവനങ്ങളും ഹെൽത്ത് കാർഡ് ഉള്ളവർക്ക് ലഭ്യമാക്കും. സേവനങ്ങൾ ലഭ്യമാക്കാൻ ഹെൽത്ത് കാർഡ് ഈ ആശുപത്രികളിലെ ഫ്രണ്ട് ഡെസ്കിൽ കാണിച്ചാൽ മാത്രം മതിയാകുമെന്ന് ഫൊക്കാന ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ തന്റെ സ്വാഗത പ്രസംഗത്തിൽ അറിയിച്ചു. ഹെൽത്ത് കാർഡ് ലോഞ്ചിംഗ് ചടങ്ങിൽ മുൻ മന്ത്രി പ്രൊഫസർ KV തോമസ്, ചാണ്ടി ഉമ്മൻ, രാജഗിരി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ഫാദർ ജോയ് കിളിക്കുന്നേൽ, CPMI മാർ സ്ലീവ മെഡ്സിറ്റി MD മോൺസിംഗർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ, ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയി ചക്കപ്പൻ, അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി അപ്പുക്കുട്ടൻ പിള്ളை, അഡീഷണൽ അസോസിയേറ്റ് ട്രഷറർ, ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർ ജോജി തോമസ്, മുൻ പ്രസിഡന്റും ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പറുമായ ജോർജി വർഗീസ്, മുൻ പ്രസിഡന്റും ഇന്റർനാഷണൽ കൺവെൻഷൻ കോർഡിനേറ്ററുമായ പോൾ കറുകപ്പള്ളിൽ, മുൻ പ്രസിഡന്റ് ജോൺ B. ജോൺ,
ജയ്ബു കുളങ്ങര, ലീല മാരേറ്റ്, തോമസ്, ഫിലിപ്പോസ് ഫിലിപ്പ്, നാഷണൽ കമ്മിറ്റി മെമ്പർ മനോജ് മാത്യു, റീജിയണൽ വൈസ് പ്രസിഡന്റ് ജോസി കാരക്കാട്, ഡോക്ടർ ഷീല വർഗീസ്, സാജൻ മിനി സാജൻ തുടങ്ങിയ നിരവധി വ്യക്തികൾ ചടങ്ങിന്റെ ഭാഗമായി. ഡോക്ടർ ഷീല വർഗീസിന്റെ പ്രാർത്ഥനാ ഗാനത്തോടെ തുടങ്ങിയ ചടങ്ങിൽ ഫൊക്കാന മുൻ പ്രസിഡന്റ് ജോർജി വർഗീസ് ആയിരുന്നു MC. ട്രഷറർ ജോയ് ചാക്കപ്പൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. കഴിഞ്ഞ 21 വർഷമായി ന്യൂജേഴ്സിയിൽ വിജയകരമായി ശ്രീമതി ചിത്ര മേനോൻ, ഡോക്ടർ രേഖ മേനോൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന തിരുവാതിര മഹോത്സവത്തിൽ മന്ത്ര പ്രസിഡന്റ് ശ്രീ ശ്യാംശങ്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരളീയമായ എന്നാൽ ഹൈന്ദവ പൈതൃക സംസ്കാരം പ്രതിനിധിക്കുന്ന ഇത്തരം ചടങ്ങുകൾ അമേരിക്കയുടെ മണ്ണിൽ വിജയകരമായി നടത്താൻ മുൻകൈയെടുക്കുന്നവർ ആ മഹത്തായ പാരമ്പര്യത്തിന്റെ മൂല്യം ഉയർത്തുന്നതായി ശ്രീ ശ്യാംശങ്കർ അഭിപ്രായപ്പെട്ടു. കേരളീയമായ എന്നാൽ ഹൈന്ദവ പൈതൃക സംസ്കാരം പ്രതിധ്വനിക്കുന്ന ഇത്തരം ചടങ്ങുകൾ അമേരിക്കയുടെ മണ്ണിൽ വിജയകരമായി നടത്താൻ മുൻകൈ എടുക്കുന്നവർ ആ മഹത്തായ പാരമ്പര്യത്തിന്റെ മൂല്യം ഉയർത്തുന്നതായി ശ്രീ ശ്യാംശങ്കർ അഭിപ്രായപ്പെട്ടു. ഹൈന്ദവ സംഘടനാ പ്രവർത്തനങ്ങളിൽ സനാതന ധർമ്മ വിശ്വാസികൾക്കിടയിൽ മന്ത്രയ്ക്ക് വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയിൽ ജനറൽ സെക്രട്ടറി ഷിബു ദിവാകരൻ സന്തുഷ്ടി പ്രകടിപ്പിച്ചു. അമേരിക്കയിലെ ഹൈന്ദവ സംഘടനയായ മന്ത്രയുടെ ഷാർലറ്റ്, നോർത്ത് കരോലൈനയിൽ നടക്കുന്ന 2ാം ഗ്ലോബൽ ഹൈന്ദവ സമ്മേളനത്തിലേക്ക് ചടങ്ങിൽ പങ്കെടുത്തവരെ അദ്ദേഹം ക്ഷണിച്ചു. 100-ലധികം നർത്തകിമാർ പങ്കെടുത്ത തിരുവാതിര മഹോത്സവം കാണികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി. ട്രസ്റ്റി വൈസ് ചെയർ ഡോക്ടർ രേഖ മേനോൻ, പ്രസിഡന്റ് എലക് കൃഷ്ണരാജ് മോഹനൻ, ട്രസ്റ്റി സെക്രട്ടറി ഡോക്ടർ പതു പിള്ള, ട്രസ്റ്റി ഭാരവാഹികളായ ഡോക്ടർ രുക്മിണി പത്മകുമാർ, കൃഷ്ണകുറുപ്പ്, ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സായ രേഖ പ്രദീപ്, മിനി നായർ, മന്ത്ര ന്യൂജേഴ്സി ഭാരവാഹികളായ ദയാശ്യാം, രശ്മി വിജയൻ, ഹൃദയ ഉണ്ണികൃഷ്ണൻ, ദീപ ഉണ്ണി മേനൻ, പ്രത്യക്ഷ രഘു, മീര ഭാസ്കർ, അശ്വതി ജ്യോതിഷ്, വീണ രാധാകൃഷ്ണൻ, മാലിനി നായർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിന് മുൻപ് പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. അമേരിക്കയുടെ തലസ്ഥാനമായ വാഷിംഗ്ടൺ DC ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ മിഷൻ സെന്ററിന്റെ 2025 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. നോർത്ത് അമേരിക്കൻ മലയാളി സംഘടനകളുടെ ഫെഡറേഷനായ ഫോമ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജുമായി കൈകോർത്ത് ഫോമ കുടുംബാംഗങ്ങൾക്കും അവരുടെ ബന്ധുക്കൾക്കും വേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്ന ഡയമണ്ട് മെഡിക്കൽ കാർഡ് പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ കേന്ദ്രമന്ത്രിയും രാജ്യസഭ ഉപാധ്യക്ഷനുമായിരുന്ന പ്രൊഫസർ PJ കുര്യൻ നിർവഹിച്ചു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച മലയാളികളെ പ്രവാസി കോൺക്ലേവ് ആദരിച്ചു. മാർത്തോമ ചർച്ച് ഡയോസിസ് ഓഫ് നോർത്ത് അമേരിക്ക സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് കൂട്ടായ്മ യോഗം ഡിസംബർ 13 തിങ്കളാഴ്ച വൈകിട്ട് 8 മണിക്ക് സൂം വഴി സംഘടിപ്പിച്ചു. 2025 കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിനെ നയിക്കുവാൻ 53ാമത് പ്രസിഡന്റായി സജി എബ്രഹാമും സെക്രട്ടറിയായി മാത്തിക്കുട്ടി ഈശോയും ട്രഷററായി വിനോദ് KRKയും ട്രസ്റ്റി ബോർഡ് ചെയർമാനായി വിൻസെന്റ് സിറിയക്കും ചുമതലയേറ്റു. മലയാളി സമാജം ഓഫ് ലീഗ് സിറ്റിയുടെ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം വിന്റർ ബെൽസ് 2024 നടത്തിയ കേരള ഭക്ഷ്യമേള കേരളത്തിന് വെളിയിൽ നടത്തപ്പെട്ട ഏറ്റവും വലിയ കേരള ഭക്ഷ്യമേളയായി കണക്കാക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകൾ വിശേഷങ്ങളെല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്തയാഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.